ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു നമ്പറിന്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനുള്ള സി പ്രോഗ്രാമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം നമ്പർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് ഏത് നമ്പറിന്റെ ആണോ ഫാക്ടോറിയൽ കണ്ടുപിടിക്കേണ്ടത് ആ നമ്പറിനെ ഞാൻ സ്റ്റോർ ചെയ്തു. എനിക്ക് 5 എന്ന് പറയുന്ന നമ്പറിന്റെ ഫാക്ടോറിയൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്പർ എന്ന് പറയുന്ന വേരിയബിളിൽ ഞാൻ 5 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്തു. അതിനുശേഷം ഫാക്ടോറിയൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫാക്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിന്റെ ഡിഫോൾട്ട് വാല്യൂ ആയിട്ട് 1 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്തു. അതിനുശേഷം 1 തൊട്ട് ആ നമ്പർ വരെ ലൂപ്പ് ചെയ്യുന്ന ഒരു ഫോർ ലൂപ്പാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതിനുശേഷം ഫാക്ട് എന്ന് പറയുന്ന വേരിയബിളിനെ ഞാൻ I എന്ന് പറയുന്ന വാല്യൂ കൊണ്ട് റിപ്പീറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ I എന്ന് പറയുന്നത് 1 ആവുന്ന കേസിൽ ഫാക്ട് എന്ന് പറയുന്ന ഫാക്ട് ഇൻറ്റു I, അതായത് ഫാക്ടിന്റെ വാല്യൂ 1 തന്നെ ആയിരിക്കും വരുന്നത്. അടുത്ത ഐട്രേഷൻ്റെ അകത്ത് ഐയുടെ വാല്യൂ 2 ആകുമ്പോൾ ഫാക്ട് എന്ന് പറയുന്നത് കറണ്ട് ഫാക്ടറിന്റെ വാല്യൂ എത്ര ആണോ അത് ഇൻറ്റു 2 വരും. അങ്ങനെ ഓരോ വാല്യൂ I കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് അവസാനം റിസൾട്ട് ഫാക്ട് എന്ന് പറയുന്ന വേരിയബിളിൽ കിട്ടുന്നത് നമുക്ക് ഏത് നമ്പറിന്റെ ഫാക്ടോറിയൽ ആണ് കണ്ടുപിടിക്കേണ്ട ആ നമ്പറിന്റെ ഫാക്ടോറിയൽ ആയിരിക്കും നമുക്ക് ഫാക്ട് എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ആയി വരുന്നത്. സോ അതിനുശേഷം ഞാൻ ആ കണ്ടുപിടിച്ച ഫാക്ടോറിയൽ പ്രിന്റ് ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റും കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് 120 ആണ് റിസൾട്ട് കിട്ടിയേക്കുന്നത്. ഈ നമ്പർ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫാക്ടോറിയൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. ഞാനത് 7 ആക്കുവാണ്. നമുക്ക് ഫാക്ടോറിയൽ കിട്ടിയിരിക്കുന്നത് 540 ആണ്. സോ ദാറ്റ്സ് ഓൾ ഗൈസ്.